God wants to make us to understand how precious we are in the presence of God. ദൈവദൃഷ്ടിയിൽ ദൈവസന്നിധിയിൽ നാം എത്രത്തോളം വിലയേറിയവരെന്ന് നമ്മെ മനസ്സിലാക്കി തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. Turning to Isaiah chapter 43. യെശയ്യാ പ്രവചന പുസ്തകം 43 അധ്യായത്തിലേക്ക് തിരിയുമ്പോൾ verse 4. 4-ാം വാക്യം. വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് പകരം മനുഷ്യരെയും നിന്റെ ജീവന് പകരം ജാതികളെയും കൊടുക്കുന്നു. Since thou wast precious in my sight, thou hast been honorable, and I have loved thee. Therefore will I give men for thee, and people for thy life. Since thou wast precious in my sight, thou hast been honorable, and I have loved thee. നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. He has loved us with a special love. വിശേഷമായ സ്നേഹത്താൽ അവൻ നമ്മെ സ്നേഹിച്ചു. Now he says, thou art precious unto me. ഇപ്പോൾ താൻ പറയുന്നു, നീ എനിക്ക് വിലയേറിയവനാണ്. One pastor, he started his sermon like this. ഒരു പാസ്റ്റർ തന്റെ ദൂത് ഇവണ്ണം ആരംഭിച്ചു. He took 100 rupees note. 100 രൂപ നോട്ട് താൻ എടുത്തു. He said, I am going to give it to you. താൻ പറഞ്ഞു, ഇത് ഞാൻ നിനക്ക് തരുവാൻ പോകുന്നു. How many of you want? നിങ്ങളിൽ എത്ര പേർക്ക് ഇത് വേണം? Many raised their hands. പലരും കൈകൾ ഉയർത്തി. He said, wait a minute. താൻ പറഞ്ഞു, ഒരു മിനിറ്റ് കാത്തു നിൽക്കുക. He made it crush, made it very small, like a small ball. Then he asked, how many of you want this? താൻ അതിനെ ചുരുട്ടി ഒരു പന്ത് പോലെ തീരെ ചെറിയ ഒരു രൂപത്തിലാക്കിയിട്ട് എത്ര പേർക്ക് വേണമെന്ന് ചോദിച്ചു. Again, hands were going up. വീണ്ടും കരങ്ങൾ ഉയർന്നു. Then he said, വീണ്ടും താൻ പറഞ്ഞു, wait a minute. ഒരു മിനിറ്റ് നിൽക്കുക. And he put down. താൻ താഴെയിട്ടു. He put it under his shoes. തന്റെ ചെരുപ്പിനടിയിലിട്ടു. Then he took and asked, how many of you want now? വീണ്ടും അതെടുത്തിട്ട് ചോദിച്ചു, ഇപ്പോൾ എത്ര പേർക്ക് വേണം? Many hands went up. പല കരങ്ങളും ഉയർന്നു. He said, താൻ പറഞ്ഞു, see, whatever happened to this rupiah note, that value did not come down. That's why you desire that. താൻ പറഞ്ഞു, ഈ രൂപയ്ക്ക് എന്തു തന്നെ സംഭവിച്ചാലും അതിന്റെ മൂല്യം കുറയുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ അത് ആവശ്യമായിരിക്കുന്നു. ആ ഒരു പാഠം പഠിച്ചു. See, this rupiah note, whatever the shape it may be, whatever damage it may happen, that value is the same. ഈ രൂപയ്ക്ക് അതിന്റെ ആകൃതിയോ രൂപം എന്തായിരുന്നാലും അതിന്റെ വിലയ്ക്ക് അല്ലെങ്കിൽ മൂല്യത്തിന് മാറ്റം വരുന്നില്ല. Just a paper. ഒരു പേപ്പർ മാത്രം. Even it is spoiled or it is trodden, that value did not come down. അതിന് മലിനപ്പെട്ട് അല്ലെങ്കിൽ അതിന് അഴുക്ക് പിടിച്ചൊക്കെ ഇരുന്നാലും തന്നെയും അതിന്റെ മൂല്യത്തിന് മാറ്റം വരുന്നില്ല. How much more our soul? എത്രയധികമാകും നമ്മുടെ പ്രാണൻ. We are precious in the sight of God. ദൈവദൃഷ്ടിയിൽ നാം വിലയേറിയവരാണ്. Because God has chosen us. എന്തുകൊണ്ടെന്നാൽ ദൈവം നമ്മെ തെരഞ്ഞെടുത്തു. So many things makes our life precious. അനേക കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തെ വിലയുള്ളതാക്കി മാറ്റുന്നു. And in the midst of millions of people, we are precious in the sight of God. കോടിക്കണക്കിന് ജനങ്ങളുടെ മധ്യേ ദൈവദൃഷ്ടിയിൽ നാം വിലയുള്ളവരാകുന്നു. Because by his precious blood he has purchased us. എന്തുകൊണ്ടെന്നാൽ തന്റെ വിലയേറിയ രക്തത്താൽ അവൻ നമ്മെ വിലയ്ക്ക് വാങ്ങി. By his precious seed he has given this life. തന്റെ വിലയേറിയ ആ സന്തതി മുഖാന്തിരമായി ഈ ജീവനെ നമുക്ക് നൽകി. Or through his word, which is his seed, he has begotten us. തന്റെ വചനമാകുന്ന വിത്ത് മുഖാന്തിരം അവൻ നമ്മെ ജനിപ്പിച്ചു. Through precious anointing he has anointed us. വിലയേറിയ അഭിഷേകത്താൽ അവൻ നമ്മെ അഭിഷേകം ചെയ്തു. Precious faith he has given us. വിലയേറിയ വിശ്വാസം അവൻ നമുക്ക് തന്നു. Precious promises he has given us. വിലയേറിയ വാഗ്ദത്തങ്ങൾ അവൻ നമുക്ക് തന്നു. He allows us to go through precious trials and become precious. ആ വിലയേറിയ പരിശോധനകളിലൂടെ പോയി വിലയേറിയവരായി മാറുവാൻ അവൻ നമുക്ക് ഇടയാക്കുന്നു. And we have adopted so many consecration, that is also makes our life precious. നമ്മുടെ ജീവിതത്തിൽ പലവിധ പ്രതിഷ്ഠകൾ നാം എടുത്തിരിക്കുന്നതും നമ്മെ വിലയേറിയവരാക്കി മാറ്റുന്നു. He is printing his precious character upon our lives. തന്റെ വിലയേറിയ സ്വഭാവവും നമ്മുടെ ജീവിതത്തിൽ അവൻ തരുന്നു. He says, you are a precious jewel unto me. അവൻ പറയുന്നു, നീ എനിക്ക് വിലയേറിയൊരു മുത്താകുന്നു. Even the death of saints, word of God call it as a precious in his sight. വിശുദ്ധന്മാരുടെ മരണവും ദൈവവചനം വിളിക്കുമ്പോൾ വിലയേറിയതെന്ന് പറയുന്നു. Like that, so many things God has commanded us that to become precious in his sight. ഇങ്ങനെ ദൈവദൃഷ്ടിയിൽ വിലയേറിയതെന്ന നിലയിലേക്ക് പല കാര്യങ്ങളെ ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. And we can explain each and everything. നമുക്ക് ഓരോന്നും വിശദീകരിക്കാം. Today I want to take precious anointing or precious ointment. പക്ഷേ ഇന്ന് ആ വിലയേറിയ അഭിഷേക തൈലത്തെ സംബന്ധിച്ച് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. God anointed us and made us special. ദൈവം നമ്മെ അഭിഷേകം ചെയ്ത് വിശേഷിക്കപ്പെട്ടവരാക്കി. Many in Old Testament time, they waited for anointing. പഴയ നിയമകാലത്ത് പലരും അഭിഷേകത്തിന് കാത്തിരുന്നു. They had Holy Spirit now and then, but not
forever. അവർക്ക് ഇടയ്ക്കിടയ്ക്കായി പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു, പക്ഷേ സ്ഥിരമായില്ലായിരുന്നു. But for us, എന്നാൽ നമുക്കോ God loved us and anointed us. ദൈവം നമ്മെ സ്നേഹിച്ച് അഭിഷേകം ചെയ്തു. He has given as a gift unto our life. ഒരു ദാനം എന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ അവൻ അത് And തന്നു. without taking anything from us. നമ്മുടേതായ ഒന്നും എടുക്കാതെ, Without asking anything from us. നമ്മിൽ നിന്നൊന്നും ചോദിക്കാതെ Freely he has anointed us. സൗജന്യമായി അവൻ നമ്മെ അഭിഷേകം ചെയ്തു. In 1 Corinthians chapter 4 verse 7 when we read, 1 കൊരിന്ത്യർ 4-ാം വാക്യം വായിക്കുമ്പോൾ here we can see a question. ഇവിടെ ഒരു ചോദ്യം കാണുവാൻ കഴിയും. Who maketh thee to differ from another? നിന്നെ വിശേഷിപ്പിക്കുന്നത് ആർ? Yes. In English it is written, who maketh thee to differ from another? ഇംഗ്ലീഷിൽ മറ്റുള്ളവരിൽ നിന്ന് നിങ്ങളെ വ്യത്യസ്തരാക്കുന്നത്, വേർതിരിക്കുന്നത് എന്തോ? But in Malayalam and Tamil, മലയാളത്തിലും തമിഴിലും it is very easy to understand who makes you special. മനസ്സിലാക്കുവാൻ എളുപ്പമായി എഴുതിയിരിക്കുന്നു, നിന്നെ വിശേഷിപ്പിക്കുന്നത് ആർ? Yes, who or what makes you special? ആരാകുന്നു അല്ലെങ്കിൽ എന്താകുന്നു നമ്മെ വിശേഷിക്കപ്പെട്ടവരാക്കുന്നത്? We are special than others. നാം മറ്റുള്ളവരിൽ നിന്ന് വിശേഷിക്കപ്പെട്ടവരാണ്. We are not like others. നാം മറ്റുള്ളവരെ പോലെ അല്ല. How we become special? എങ്ങനെ നാം വിശേഷിക്കപ്പെട്ടവരായി? That anointing oil that makes us special. ആ അഭിഷേകതയിൽ നമ്മെ വിശേഷിക്കപ്പെട്ടവരാക്കുന്നു. Or that made us special in the sight of God as well as in this world. അല്ല എങ്കിൽ ലോകത്തിന് മുൻപിലും ദൈവദൃഷ്ടിയിലും അതും നമ്മെ വിശേഷിക്കപ്പെട്ടവരാക്കി മാറ്റി. Without that anointing oil, we are one and the same with others. ആ അഭിഷേകതയിലും ഇല്ല എങ്കിൽ നാം മറ്റുള്ളവരെ പോലെ തന്നെയാണ്. There won't be any difference. യാതൊരു വ്യത്യാസവുമില്ല. But now that anointing oil upon us, എന്നാൽ ഇപ്പോൾ നമ്മുടെ മേൽ അഭിഷേകതയിലും it ഉള്ളതുകൊണ്ട് is like a lamp. It is giving light. അതൊരു ദീപം പോലെ പ്രകാശിക്കുന്നു. We don't see, but others see that. നാം അത് കാണുന്നില്ലെങ്കിലും മറ്റുള്ളവർ അത് കാണുന്നു. Even enemies see that. ശത്രുവും അത് കാണുന്നുണ്ട്. And that light is in our life. ആ വെളിച്ചം നമ്മുടെ ജീവിതത്തിലുണ്ട്. God has put as a light in this evil world, dark world. ഈ ഇരുണ്ട ദുഷ്ടലോകത്തിൽ ഒരു വെളിച്ചമാക്കി ദൈവം വച്ചിരിക്കുന്നു. In Old Testament time, പഴയ നിയമകാലത്ത് they were anointed with a literal oil. അവർ അക്ഷരിക തൈലത്താൽ അഭിഷേകം ചെയ്യപ്പെട്ടു. By that they become kings and priests and prophets. അത് മുഖാന്തരം അവർ രാജാക്കന്മാരും പുരോഹിതന്മാരും പ്രവാചകന്മാരുമായി. They got special office. അവർക്ക് പ്രത്യേകമായ പദവി ലഭിച്ചു. They got authority to do that. അവർക്കത് ചെയ്യുവാനുള്ള അധികാരം ലഭിച്ചു. People respected that anointing. ആളുകൾ അഭിഷേകത്തെ മാനിച്ചു. But it was literal anointing. പക്ഷെ അക്ഷരിക അഭിഷേകമായിരുന്നു അത്. And they composed certain things, ingredients, and made that anointing oil. ചില ഘടകങ്ങളൊക്കെയും വസ്തുക്കൾ കൂട്ടിച്ചേർത്ത് അഭിഷേകതയിലും ഉണ്ടാക്കി. How to make that anointing oil, we can read in the word of God. ദൈവവചനത്തിൽ വായിക്കുവാൻ കഴിയും അത് എങ്ങനെ ഉണ്ടാക്കാമെന്ന്. In that proportion, they made it. ആ അനുപാതത്തിൽ അത് അവരുണ്ടാക്കി. They were anointed by that anointing oil. ആ അഭിഷേകതയിലത്താൽ അവർ അഭിഷേകം ചെയ്യപ്പെട്ടു. God honored them. God empowered them. ദൈവം അത് മാനിച്ചു. God empowered them. They had special grace to do that office. ദൈവം അത് അവരെ ശക്തീകരിച്ചു. ആ പ്രത്യേക ഉദ്യോഗം നിർവഹിക്കാനുള്ള ശക്തി അവർക്ക് But ലഭിച്ചു. now, പക്ഷെ ഇപ്പോഴോ there is no literal oil. അക്ഷരിക അഭിഷേകതയിലുമില്ല. But more than that, spiritual oil is there. എന്നാൽ അതിലുപരിയായി ആത്മീകമായ അഭിഷേകതയിലുമുണ്ട്. In Psalms 133 when we read, 133 സങ്കീർത്തനത്തിൽ വായിക്കുമ്പോൾ here about oil which came upon Aaron, it is written, അഹരോന്റെ മേൽ വന്നതായ തൈലത്തെ സംബന്ധിച്ച് എഴുതിയിരിക്കുന്നു. it was a precious anointing. അത് വിലയേറിയ അഭിഷേകമായിരുന്നു. If it was precious, അത് വിലയേറിയതായിരുന്നുവെങ്കിൽ and how much more that anointing which we have now. എത്രയധികമായി നാം ഇപ്പോൾ പ്രാപിച്ച അഭിഷേകം വിലയേറിയതാണ്. Behold, how good and how pleasant is for brethren to dwell together in unity. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. It is like the precious anointment upon the head that ran down upon the beard, even the Aaron's beard that went down to the skirt of his garment. അത് വസ്ത്രത്തിന്റെ വിളുമ്പിലേക്ക് നീണ്ടു കിടക്കുന്ന താടിയിലേക്ക് അഹരോന്റെ താടിയിലേക്ക് തന്നെ ഒഴുകുന്നതായി അവന്റെ തലയിലെ വിശേഷ തൈലം പോലെയും. There Lord commanded the blessing and life for evermore. അവിടെയല്ലോ യഹോവാനുഗ്രഹവും ശാശ്വതമായുള്ള ജീവനും That കൽപ്പിച്ചിരിക്കുന്നത്. precious anointment was put upon his head. അവിശേഷ അഭിഷേകതലം തന്റെ തലയിൽ ഒഴിച്ചു. It went down even unto his garment. അത് തന്റെ വസ്ത്രത്തിലൂടെ താഴെ കൊഴുകി. That blessing and life was there. അവിടെ അനുഗ്രഹവും ജീവനുമുണ്ട്. That anointing oil was called as a precious anointing oil. ആ അഭിഷേക തൈലത്തെ വിലയേറിയ അഭിഷേക തൈലം എന്ന് വിളിച്ചു. But for us, നമുക്കോ everlasting anointing oil or heavenly anointing oil is given. അശാശ്വതമായ നിത്യമായ സ്വർഗീയ അഭിഷേക തൈലം നൽകപ്പെട്ടിരിക്കുന്നു. It is specially unto us, it is given who are in this last time. വിശേഷമായി അന്ത്യനാളിലായിരിക്കുന്ന നമുക്കത് കൊടുക്കപ്പെട്ടിരിക്കുന്നു. So it makes us special to do God's service. ആയതുകൊണ്ട് ദൈവത്തിന്റെ വേല ശുശ്രൂഷ പ്രത്യേകമായി ചെയ്യുവാൻ നമ്മെ അത് സഹായിക്കുന്നു. And to overcome all weaknesses, സകല ബലഹീനതകളെയും ജയിക്കുവാൻ, all burdens, സകല ഭാരങ്ങളെയും, and to come out of all type of things which is as a hindrance against our life, as a kings and priests to become, he anointed us. നമ്മുടെ ജീവിതത്തിന് വിരോധമായി വരുന്ന സകല തടസ്സങ്ങളെയും
പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ രാജാക്കന്മാരായി പുരോഹിതന്മാരായി അവൻ നമ്മെ അഭിഷേകം ചെയ്തു. And through that only we become kings and priests. അതിലൂടെയാകുന്നു നാം രാജാക്കന്മാരും പുരോഹിതന്മാരും ആയത്. That's why in Revelation chapter 1, 5 and 6 when we read, ആയതുകൊണ്ട് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 5-6 വാക്യങ്ങൾ വായിക്കുമ്പോൾ, unto him that loved us and washed us from our sins in his own blood and made us kings and priests unto God and to his Father, and to him be glory and dominion forever and ever. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വെടിവെച്ച് തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായവന് എന്നേക്കും മഹത്വവും ബലവും ആമേൻ. He did not stop us by loving us, നമ്മെ സ്നേഹിച്ചു അതുകൊണ്ട് അവൻ നിർത്തിയില്ല. or just washed us. He did not stop there. അല്ല, എങ്കിൽ നമ്മെ കഴുകി എന്നതുകൊണ്ട് നിർത്തിയില്ല. He has made us kings and priests. അവൻ നമ്മെ രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി. That anointing made us kings in his presence, in his sight. ആ അഭിഷേകം അവന്റെ ദൃഷ്ടിയിൽ നമ്മെ രാജാക്കന്മാരാക്കി. But many times we degrade ourselves. എന്നാൽ പലപ്പോഴും നാം നമ്മെ തന്നെ വില കുറച്ച് കണ്ടു. We don't feel the preciousness which God has made us. ദൈവം നമ്മെ ഉണ്ടാക്കിയതിന്റെ ആ വില എന്തെന്ന് നാം അറിഞ്ഞില്ല. God says you are a king. ദൈവം പറയുന്നു നീ രാജാവാണ്. What we say, I am a papa. നാം എന്ത് പറയുന്നു? ഞാൻ പാപ്പരായി പോയി എന്ന്. God says you are precious in my sight. ദൈവം പറയുന്നു നീ എന്റെ ദൃഷ്ടിയിൽ We വിലയേറിയവൻ. are saying I am vile. നാം പറയുന്നു ഞാൻ ഏതുമില്ലാത്തവൻ. God says you are very great in my sight. ദൈവം പറയുന്നു നീ എന്റെ ദൃഷ്ടിയിൽ ഉന്നതനാണ്. You are a precious jewel. നീ വിലയേറിയൊരു One day I മുത്താണ്. will come and take the jewel unto myself. ഒരു ദിവസം ഞാൻ വന്ന് ആ മനോഹരമായ മുത്തിനെ ചേർത്തുകൊള്ളും. As a precious jewel, I am transforming your life. വിലയേറിയ മുത്തായി നിന്റെ ജീവിതത്തെ ഞാൻ മാറ്റുന്നു. But what we are saying, പക്ഷെ നാം എന്ത് പറയുന്നു? I am still dust and ashes. ഞാൻ ഇപ്പോഴും പൊടിയും ചാരവുമാണ്. Lord, nothing. ഏതുമില്ല. Because we don't understand the preciousness, therefore we don't give importance to that and live up to that mark. എന്തുകൊണ്ടെന്നാൽ അതിന്റെ ആ വില എന്തെന്ന് തിരിച്ചറിയാത്തത് കൊണ്ട് ആ ലക്ഷ്യത്തിനൊത്തവണ്ണം നാം ജീവിക്കുന്നില്ല. Brother, sister, സഹോദര we are സഹോദരി, made out of dust. നാം പൊടിയിൽ നിന്നുണ്ടാക്കപ്പെട്ടു. We are dust and ashes, it is true. നാം പൊടിയും ചാരവും സത്യം തന്നെ. But at the same time, എന്നാൽ അതേ സമയം that anointing which is upon our head, നമ്മുടെ തലമേലുള്ളതായ അഭിഷേകം it is makes us something special. അത് നമ്മെ വ്യത്യസ്തരാക്കുന്നു. It makes us different. അത് നമ്മെ വിശേഷിക്കപ്പെട്ടവരായി And വ്യത്യസ്തരാക്കുന്നു. that's why we must love that anointing. ആയതുകൊണ്ട് അഭിഷേകത്തെ നാം സ്നേഹിക്കണം. And that's why we have to give importance to that anointing. ആയതിനാൽ അഭിഷേകത്തിന് പ്രാധാന്യം നാം കൊടുക്കണം. This night, ഇന്ന് രാത്രിയിൽ we are going to give importance to anointing of the Holy Spirit. പരിശുദ്ധാത്മാഭിഷേകത്തിന് നാം പ്രാധാന്യം കൊടുക്കുവാൻ പോകുന്നു. And it is going to change and transform. It is going to lift you up. അത് നിങ്ങളെ മാറ്റി രൂപാന്തരപ്പെടുത്തി ഉയർത്തുവാൻ പോകുന്നു. Once they were fishers, ഒരിക്കൽ അവർ മീൻപിടുത്തക്കാർ, after anointing came upon them, they become mighty disciples. ഒരിക്കൽ അവർ മീൻപിടുത്തക്കാരായിരുന്നു. അഭിഷേകം, ശക്തിയേറിയ അഭിഷേകം വന്നതിന് ശേഷം അവർ ശിഷ്യന്മാരായി. They were ordinary men, അവർ സാധാരണ മനുഷ്യരായിരുന്നു. unlearned. വിദ്യാവിഹീനർ. They were rejected from society. അവർ സമൂഹത്തിൽ നിന്ന് ത്യജിക്കപ്പെട്ടവരായിരുന്നു. And no name, popularity, place or position. പേരും പെരുമയും പ്രശസ്തിയും സ്ഥാനവുമില്ലായിരുന്നു. They never seek that because they were unworthy of it. അവർ ഒരിക്കലും അത് അന്വേഷിച്ചില്ല, അത് യോഗ്യരായിരുന്നില്ല. Because when anointing came, their life changed. എന്നാൽ അഭിഷേകം വന്നപ്പോഴോ അവരുടെ ജീവിതം മാറി. When anointing came, അഭിഷേകം വന്നപ്പോൾ even though they did not expect, they did not become qualified, they become mighty apostles and powerful people unto God's glory. അവർ യോഗ്യരല്ലായിരുന്നുവെങ്കിലും ശക്തിയേറിയ അപ്പോസ്തലന്മാരായി ദൈവത്തിന്റെ മഹത്വത്തിനായി ശക്തിയേറിയ വ്യക്തികളായി മാറി. Dear child of God, പ്രിയ ദൈവവേദലേ, Joseph was an ordinary man. യോസഫ് ഒരു സാധാരണ മനുഷ്യനായിരുന്നു. But unto him a special type of blessing was given. എന്നാൽ തനിക്കൊരു പ്രത്യേകമായ അനുഗ്രഹം നൽകപ്പെട്ടു. Before he came to his other brethren, മറ്റു സഹോദരന്മാരോടൊത്ത് താൻ വരുന്നതിന് മുൻപേ he was called alone. തനിയെ താൻ വിളിച്ചു. He was blessed by his father. തനിയെ വിളിക്കപ്പെട്ട് അപ്പനാൽ അനുഗ്രഹിക്കപ്പെടുകയുണ്ടായി. That's why we can read in Genesis chapter 48 verse 22. ഉൽപ്പത്തി പുസ്തകം 48-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം വായിക്കുമ്പോൾ, Here Joseph was blessed alone. ജോസഫിനെ തനിയെ അനുഗ്രഹിച്ചു. Verse 22, moreover I have given to thee one portion above thy brethren, which I took out of the hand of Amorite, which with my sword and with my bow. അതിന്റെ 22-ാം വാക്യത്തിൽ, എന്റെ വാളും വില്ലും കൊണ്ട് ഞാൻ അമോര്യരുടെ കയ്യിൽ നിന്ന് പിടിച്ചടക്കിയ മലഞ്ചെരുവ് ഞാൻ നിന്റെ സഹോദരന്മാരുടെ ഓഹരിയിൽ കവിഞ്ഞതായി നിനക്ക് തന്നിരിക്കുന്നു. When he brought his children to be blessed by his father, തന്റെ അപ്പനാൽ തന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടേണ്ടതിന് കൊണ്ടുവന്നപ്പോൾ they were blessed. അവർ അനുഗ്രഹിക്കപ്പെട്ടു. Both of them were blessed. രണ്ടുപേരും അനുഗ്രഹിക്കപ്പെട്ടു. After that he was called. അതിനുശേഷം തന്നെ വിളിച്ചു. Upon him he laid his hand. തന്റെ മേൽ അപ്പൻ കരം വെച്ചു. I have given thee one portion above thy brethren, he said. നിന്റെ സഹോദരന്മാരുടെ ഓഹരിയിൽ കവിഞ്ഞതായി ഒരു ഓഹരി ഞാൻ തരുന്നു. Become special. അത് വിശേഷമായി മാറി. Till the time
Outwardly he was special. അതുവരെയും താൻ പുറമേ വിശേഷിക്കപ്പെട്ടവനായിരുന്നു. And he was governor over Egypt. താൻ മിസ്രൈമിലെ അധിപതിയായിരുന്നു. Name and popularity, everything had. പേരും പ്രശസ്തിയും ഉണ്ടായിരുന്നു. But amongst brethren, he was not recognized. എന്നാൽ സഹോദരന്മാരുടെ ഇടയിൽ താൻ തിരിച്ചറിയപ്പെട്ടില്ല. But that time onwards, എന്നാൽ ആ സമയം മുതൽക്ക് he had birthright given to him. ജ്യേഷ്ഠാവകാശം നൽകപ്പെട്ടു. Because father blessed him individually. എന്തുകൊണ്ടെന്നാൽ വ്യക്തിപരമായി അപ്പൻ അവനെ അനുഗ്രഹിച്ചു. Be a children of God. പ്രിയ ദൈവത്തിലെ, Let us close our eyes. നമുക്ക് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. Let us ask the Lord. കർത്താവിനോട് നമുക്ക് അപേക്ഷിക്കാം. Lord, you have anointed me. കർത്താവെ, നീ എന്നോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ. Once again anoint me, Lord. വീണ്ടും എന്നെ അഭിഷേകം ചെയ്യണമേ. Give me double portion. ഇരട്ടി പങ്ക് എനിക്ക് തരണമേ. Lord, thus I want to be a special. കർത്താവെ, അങ്ങനെ ഞാൻ വിശേഷിക്കപ്പെട്ടവനാകണം. If you have not received anointing of the Holy Spirit, പരിശുദ്ധാത്മാഭിഷേകം നിങ്ങൾ ഇതുവരെ പ്രാപിച്ചിട്ടില്ലെങ്കിൽ tell to God, കർത്താവിനോട് പറയുവീൻ, Lord, make me special. കർത്താവെ, എന്നെ വിശേഷിക്കപ്പെട്ടവനാക്കണമേ. Anoint me and make me special. എന്നെ അഭിഷേകം ചെയ്ത് വിശേഷിക്കപ്പെട്ടവനാക്കണമേ. Anoint me, make me a different person. അഭിഷേകം ചെയ്ത് എന്നെ പ്രത്യേക വ്യക്തിയാക്കണമേ. Saul was an ordinary man. സൗൽ സാധാരണ മനുഷ്യനായിരുന്നു. When anointing came upon him, അഭിഷേകം തന്റെ മേൽ വന്നപ്പോൾ he became a king. താൻ രാജാവായി. He went after father's asses. അപ്പന്റെ കഴുതകളെ തേടിയവൻ പോയിരുന്നു. But against his expectation, anointing oil came upon him. എന്നാൽ അവന്റെ പ്രതീക്ഷയ്ക്ക് അപ്പുറമായി അഭിഷേകതൈലം തന്റെ മേൽ വന്നു. He became special. താൻ വിശേഷിക്കപ്പെട്ടവനായി. How much more through this anointing oil? എത്രയധികമായിട്ടാകുന്നു ഈ അഭിഷേകതൈലത്താൽ. Let us all look unto Jesus. നാം എല്ലാവരും യേശുവിനെ നോക്കാം. As a great high priest, he is moving in our midst. ഒരു മഹാപുരോഹിതനായി നമ്മുടെ മധ്യവൻ As ഉലാവുന്നു. a great high priest, he is moving in our midst. ഒരു മഹാപുരോഹിതനായി നമ്മുടെ മധ്യവൻ ഉലാവുന്നു. And with the anointing oil, he is moving in our midst. അഭിഷേക തൈലവുമായി ഇതാ നമ്മുടെ മധ്യേ ഉലാവുന്നു. It is from heaven. അത് സ്വർഗത്തിൽ നിന്ന്. It is precious. അത് വിലയേറിയതാണ്. It is for you. അത് നിങ്ങൾക്കുള്ളതാണ്. It is make you different person. അത് നിങ്ങളെ വ്യത്യസ്ത വ്യക്തിയാക്കി മാറ്റും. Ask the Lord. കർത്താവിനോട് അപേക്ഷിപ്പീൻ. Lord, pour it on my head. കർത്താവ് എന്റെ തലയിൽ അത് ഒഴിക്കണമേ. Let it come into my body, soul and spirit. അതെന്റെ ദേഹം ദേ ആത്മാവിൽ വരട്ടെ. Let it go within and without. അത് അകത്തും പുറത്തും പ്രവഹിക്കട്ടെ. Open your mouth. നിങ്ങളുടെ വായ് തുറപ്പീൻ. Be a child of God. പ്രിയ ദൈവത്തിലെ, You are a precious one. നീ വിലയേറിയവൻ. You are precious one. നീ വിലയേറിയവൻ. That word of God is coming to you. ആ ദൈവവചനമിതാ നിന്നിലേക്ക് വരുന്നു. And within you, God sees a precious jewel. നിന്റെ ഉള്ളിൽ വിലയേറിയ ഒരു മുത്തിനെ ദൈവം കാണുന്നു. It is more precious than rubies. അത് രത്നങ്ങളിലും വിലയേറിയത്. It is more precious than diamond and all other pearls. അത് മറ്റേത് വിധമാകുന്ന മുത്തുകളിലും വിലയേറിയത്. And time being, some shortcomings might have come. തൽക്കാലത്തേക്ക് ചില പോരായ്മകൾ വന്നിരുന്നേക്കാം. Devil is whispering in your ears. പിശാച് നിന്റെ ചെവികളിൽ മന്ത്രിക്കുന്നു. You lost your preciousness. നിന്റെ ആ വിലയേറിയ അനുഭവം You നഷ്ടമായി. are defiled. നീ മലിനപ്പെട്ടു. You lost your grace. നിന്റെ കൃപ നഷ്ടമായി. You lost your anointing. നിന്റെ അഭിഷേകം നഷ്ടമായി. You lost all the blessings. അനുഗ്രഹങ്ങളൊക്കെയും നിനക്ക് നഷ്ടമായി. You can't be restored. നിനക്കിനി യഥാസ്ഥാനപ്പെടുവാൻ സാധ്യമല്ല. Dear child of God. പ്രിയ ദൈവവേദലേ, And that rupiah note, even though it was spoiled, that value did not reduced. ആ രൂപയ്ക്ക് അഴുക്ക് പിടിച്ചെങ്കിലും എന്റെ മൂല്യം കുറഞ്ഞില്ല. Even though a diamond, if you put it in a dunghill also, it will be diamond only. ഒരു ഡയമണ്ട് നിങ്ങൾ അത് ചവറ്റുകുട്ടയിലിട്ടാലും അത് ഡയമണ്ടായി തന്നെ ഇരിക്കും. Believe the word of God. ദൈവവചനത്തിൽ Still he sees you as a precious child. നിന്നെ ഒരു വിലയേറിയ പൈതലായി കാണുവോളം. Come, let us all stand up. ഒരു നാം എഴുന്നേറ്റ് നിൽക്കാം. Let us all surrender ourselves. നമ്മെല്ലാം സമർപ്പിക്കാം.